Hi dear students, Computer Networks in class Unit 1 ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ തൊട്ട് പ്രീവിയസ് ക്ലാസ്സിൽ നമ്മൾ OSI മോഡൽ എന്താണെന്നുള്ളതും അതിൻ്റെ ഓരോ ലെയറിൻ്റെ അകത്തുള്ള ഡീറ്റെയിൽ ആയിട്ട് മെയിൻ ആയിട്ടുള്ള പോയിന്റ്സും കാര്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. ടോട്ടൽ ഒരു ഓവറോൾ വ്യൂ ഞാൻ തന്നിട്ടുണ്ട്. ഇന്ന് ഒരു ലെയർഡ് ആർക്കിടെക്ചറിൻ്റെ രണ്ടാമത്തെ എക്സാമ്പിൾ ആയിട്ടുള്ള TCP/IP മോഡലാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, OSI മോഡൽ 7 ലെയർ ആയിരുന്നെങ്കിൽ TCP/IP മോഡൽ 5 ലെയേഴ്സ് ആണ് ഉള്ളത്. അപ്പം ആ ലെയേഴ്സുകൾ ഏതൊക്കെയാണെന്നുള്ളതും അതിൻ്റെ മെയിൻ ഫങ്ഷനാലിറ്റിയും എന്താണെന്നുള്ളത് നോക്കാം. അപ്പം പ്രീവിയസ് എക്സാമിന്, അതായത് തൊട്ട് മുമ്പ് നിങ്ങൾ സീനിയേഴ്സ് എക്സാമിൻ്റെ ഒരു essay ക്വസ്റ്റ്യൻ ആയിട്ട് ഈ TCP/IP മോഡലും അതേപോലെ OSI മോഡലും ചോദിച്ചിട്ടുണ്ടായിരുന്നു ബ്രീഫായിട്ട് എഴുതാൻ വേണ്ടിയിട്ട്. അപ്പം ഇത് രണ്ടും അതിൻ്റേതായ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് തന്നെ പഠിക്കുക. അപ്പം ഇത് കൂടുതൽ എക്സാമിൽ ചോദിക്കാൻ ചാൻസ് ഉള്ളൊരു ഭാഗം കൂടെയാണ്. അപ്പോൾ എന്താണ് TCP/IP മോഡൽ എന്നുള്ളത് ഈ ലെയർഡ് ആർക്കിടെക്ചറിൻ്റെ ബേസിൽ നമുക്കൊന്ന് നോക്കാം. അതിലോരോ ലെയർഡും എന്താണ് അതിൻ്റെ ഫങ്ഷൻസ് എന്നതും നോക്കാം നമുക്കൊന്ന്. ഓക്കെ, സോ TCP/IP മോഡൽ എന്താണെന്നുള്ളതാണ്. TCP/IP model was developed prior to the OSI model. Okay, it is a model. The TCP/IP model is not exactly similar to the OSI model. നമ്മൾ പറഞ്ഞു OSI model 7 layers ഉണ്ടായിരുന്നു, ബട്ട് ഇൻ TCP/IP model 7 layers ഇല്ല, 5 layers എന്നാണ് സാധാരണ പറയാം. അതിൽ തന്നെ അടിയിൽ ഏറ്റവും താഴെയുള്ള 2 ലെയേഴ്സിനെ നമ്മൾ ഒന്നായിട്ട് കണ്ട് 4 layer എന്നും പറയാറുണ്ട്. ഓക്കെ, so the TCP/IP model consists of 4 layers. The application layer ആണ് ഇത് ടോപ്പിലുള്ളത്, then transport layer, network layer, അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് ലെയർ എന്നും പറയും അതിന്, ആൻഡ് ഡാറ്റ ലിങ്ക് ലെയർ ആൻഡ് ഫിസിക്കൽ ലെയർ, അതിന് കോമൺ ആയിട്ട് നെറ്റ്വർക്ക് ആക്സസ് ലെയർ എന്ന് പറയും. ഓക്കെ, സോ അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഇതിന് 4 layers എന്നും പറയും, അല്ലെങ്കിൽ 5 layers എന്നും പറയാം. കാരണം ഈ അവസാനത്തെ ലെയർ ഏറ്റവും താഴെയുള്ള നെറ്റ്വർക്ക് ആക്സസ് ലെയർ എന്നുള്ളത് ഡാറ്റ ലിങ്ക് ലെയറും ഫിസിക്കൽ ലെയറും കൂടി കൂടിയതാണ്. അപ്പോൾ അത് രണ്ടും സെപ്പറേറ്റ് ആക്കി എടുക്കുകയാണെങ്കിൽ വി ക്യാൻ കോൾ ഇറ്റ് ഇസ് എ 5 layer ആർക്കിടെക്ചർ, അല്ലെങ്കിൽ ഇറ്റ് ഈസ് എ 4 layer. ഇത് രണ്ടും കൂടി ഒരുമിച്ച് പറയുകയാണ്. അപ്പോൾ രണ്ട് രീതിയിൽ നമ്മളതിനെ അഭിസംബോധന ചെയ്യാറുണ്ട്. ഓക്കെ, സോ ഈ ലെയേഴ്സിൻ്റെ പേരൊന്നും ഓർത്ത് വെക്കുക. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ OSI മോഡൽ പറഞ്ഞ പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് TCP/IP മോഡലും. എക്സാമിന് ഒരേപോലെ ചോദിക്കുന്ന രണ്ട് ഭാഗങ്ങളാണ്. ഒരു essay ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് ഇത് സാധാരണ വരിക. എന്താണെന്നുള്ളത് ബ്രീഫായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി പറയുകയാണെങ്കിൽ. ഓക്കെ, അപ്പോൾ അപ്ലിക്കേഷൻ ലെയർ ആണ് ഇതിൻ്റെ ടോപ്പിൽ, ട്രാൻസ്പോർട്ട് ലെയർ, നെറ്റ്വർക്ക് ലെയർ അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് ലെയർ എന്ന് പറയും, ദെൻ ഡാറ്റ ലിങ്ക് ലെയർ ആൻഡ് ഫിസിക്കൽ ലെയറും കൂടെ കമ്പൈൻ ചെയ്തിട്ട് നെറ്റ്വർക്ക് ആക്സസ് ലെയർസ്. ഇതാണ് ഈ TCP/IP മോഡലിലെ layers. Okay, the first 3 layers provide physical standard and network interface, internet working, and transport functions that correspond to the first 4 layer of OSI model. അതായത് OSI മോഡലിലെ ഫസ്റ്റ് 4 layers എന്താണോ ചെയ്തത് അതാണ് ഏറ്റവും ടോപ്പിലെ ഫസ്റ്റ് 3 ലെയർ ഇവിടെയും ചെയ്യുന്നത്. അതായത് ആക്ച്വലി ഈ OSI മോഡലിൽ 2-3 ലെയേഴ്സ് കമ്പൈൻ ചെയ്തിട്ട് ഒരു ലെയറായി മാറുന്ന പോലെയൊക്കെയാണ് ഈ TCP/IP മോഡലിൽ. ഓക്കെ, ഇപ്പോൾ ഇവിടെ തന്നെ നോക്കാം. ഫസ്റ്റ് 3 layers provided physical standard and network interface and internet working and transport functions that correspond to the first 4 layers of the OSI model. അതായത് ആദ്യത്തെ 3 ലെയേഴ്സ് TCP/IP മോഡൽ എന്തിന് ഇക്വലൻ്റ് ആണ്? ഫസ്റ്റ് 4 layers ഇൻ OSI മോഡൽ അതിന് ഇക്വലൻ്റ് ആണെന്നാണ് പറയുന്നത്. അപ്പോൾ ഏകദേശം ഫങ്ഷൻസും കാര്യങ്ങളൊക്കെ ഏകദേശം സെയിം ആണ് ഓരോ ലെയറിനും. ഓക്കെ, നമ്മൾ നോക്കാം അത്. The 3 topmost layer in the OSI model are represented in TCP/IP model by single layer called application layer. അതായത് OSI മോഡലിൽ ഏറ്റവും ടോപ്പിലുള്ള 3 ലെയർ ഉണ്ടാവില്ലേ, അപ്ലിക്കേഷൻ, പ്രസൻറ്റേഷൻ, സെഷൻ, ഈ 3 ലെയറിനും കൂടെ കമ്പൈൻ ചെയ്തിട്ടാണ് TCP/IP മോഡൽ. അതിന് നമ്മൾ സിംഗിൾ ലെയറായിട്ട് അപ്ലിക്കേഷൻ ലെയർ ആക്കിയിട്ട് എടുക്കും. ഓക്കെ, സോ അതിൻ്റെ ഒരു ഡയഗ്രാമാണിത്. ഈ 5 ലെയർ അല്ലെങ്കിൽ 4 ലെയർ എന്ന് പറയുന്നത് ഇതാണ് ഏറ്റവും ടോപ്പിൽ വരുന്ന ലെയർ, അപ്ലിക്കേഷൻ ലെയർ. അതിൽ നിങ്ങൾക്ക് കാണാം 3 OSI മോഡലിൽ നമ്മളുള്ള 3 ടോപ്പിൽ 3 ലെയേഴ്സ് കൂടിയിട്ടാണ് TCP/IP മോഡലിൽ ഈ ഒരു അപ്ലിക്കേഷൻ ലെയർ വന്നിട്ടുള്ളത് അല്ലേ. അതായത് അപ്ലിക്കേഷൻ ലെയർ, പ്രസൻറ്റേഷൻ ലെയർ, സെഷൻ ലെയർ ഇൻ OSI മോഡൽ കമ്പൈൻഡ് ആയിട്ടാണ് ഈ TCP/IP മോഡലിൽ അപ്ലിക്കേഷൻ ലെയർ വന്നത്. ഇത്രയും അപ്ലിക്കേഷൻ ലെയറാണ്. സോ ഈ അപ്ലിക്കേഷൻ ലെയറിൽ വരുന്ന വിവിധ പ്രോട്ടോകോൾസുകളാണ് ഇവിടെ എഴുതി വെച്ചത്. SMTP, FTP, ടെൽനെറ്റ്, DNS, SNMP, NFS, RPC, TFTP, ഇതൊക്കെ നമ്മൾ കുറച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ പറയുന്നുണ്ട്. ഓക്കെ, ദെൻ തൊട്ട് താഴെ രണ്ടാമത്തെ ലെയറാണ് ട്രാൻസ്പോർട്ട് ലെയർ. അത് ഏകദേശം OSI മോഡലിൽ നമുക്ക് ട്രാൻസ്പോർട്ട് ലെയർ ഉണ്ടായിരുന്നു അല്ലേ. സോ ഇവിടെ 2 പ്രോട്ടോകോൾസ് ആണ് TCP/IP മോഡലിലെ ട്രാൻസ്പോർട്ട് ലെയർ ഉള്ളത്, TCPയും UDPയും. അവിടെ അങ്ങനെ തന്നെ ആയിരുന്നു അല്ലേ. എന്താണ് TCP, UDP നമ്മൾ വഴിയെ പറയും. ദെൻ മൂന്നാമത്തെ ലെയറാണ് നെറ്റ്വർക്ക് ലെയർ അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് ലെയർ എന്ന് പറയും. അതിൽ വരുന്ന പ്രോട്ടോകോൾസ് ആണ് ICMP, IGMP, IP, ARP, RARP. ഇത്രയും ഇതിൽ വരുന്ന ഈ നെറ്റ്വർക്ക് ലെയറിൽ വരുന്ന പ്രോട്ടോകോൾസ് ആണ്. ഓക്കെ, ഇനി ഈ 2 ലെയറും കൂടെ കമ്പൈൻ ചെയ്തിട്ടാണ് നേരത്തെ പറഞ്ഞ
നെറ്റ്വർക്ക് ആക്സസ് ലെയർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇതിന് രണ്ടും സെപ്പറേറ്റ് ആയിട്ട് എടുക്കാം. ഒന്ന് ഡാറ്റ ലിങ്ക് ലെയർ ആണ്, മറ്റൊന്ന് ഫിസിക്കൽ ലെയർ ആണ്. അതായത് നിങ്ങളുടെ OSI മോഡലിൽ രണ്ട് അവസാനത്തെ ഇതിന് താഴെയുള്ള രണ്ട് ലോവസ്റ്റ് ലെയേഴ്സ് തന്നെയാണ് ഇവിടെയും വരുന്നത്. സോ ഇതിൽ ചിലപ്പോൾ ഇതിന് രണ്ടും കൂടെ കോമൺ ആയിട്ട് നെറ്റ്വർക്ക് ആക്സസ് ലെയർ എന്നും പറയാറുണ്ട് TCP/IP മോഡലിൽ. ഓക്കെ, ഇനി നമുക്ക് ഓരോ ലെയേഴ്സിൻ്റെയും ഫംഗ്ഷനാലിറ്റീസ് എന്താണെന്നുള്ളത് മെയിനായിട്ട് നോക്കാം. അതിൽ ഉപയോഗിക്കുന്ന വിവിധ പ്രോട്ടോക്കോൾസും അതിൻ്റെ വർക്കിംഗ് ഒന്ന് നോക്കാം ബ്രീഫായിട്ട്. ആദ്യം നെറ്റ്വർക്ക് ആക്സസ് ലെയർ, അതായത് ഏറ്റവും താഴെയുള്ള രണ്ട് ലെയേഴ്സ് കമ്പൈൻ ചെയ്തിട്ടാണ് നെറ്റ്വർക്ക് ആക്സസ് ലെയർ. ഞാൻ പറഞ്ഞു അല്ലേ, ഏതൊക്കെയായിരുന്നു? ഫിസിക്കൽ ലെയറും ഇതെവിടെ കാണാം നിങ്ങൾക്ക്, ഡാറ്റ ലിങ്ക് ലെയറും. ഈ രണ്ട് ലെയർ കൂടിയിട്ടാണ് ഈ നെറ്റ്വർക്ക് ആക്സസ് ലെയർ എന്നുള്ളത് വരുന്നത്. ഓക്കെ, നെറ്റ്വർക്ക് ലെയർ ഈസ് ദി ലോവസ്റ്റ് ലെയർ ഓഫ് ദി TCP/IP മോഡൽ. നെറ്റ്വർക്ക് ആക്സസ് ലെയർ എന്നാൽ ഏറ്റവും താഴെയുള്ള ലെയർ ആണല്ലേ, കാണാൻ ഫിഗറിൽ തന്നെ. ഫിസിക്കൽ ലെയറും ഡാറ്റ ലിങ്ക് ലെയറും കൂടിയതാണ് നെറ്റ്വർക്ക് ആക്സസ് ലെയർ. This layer is the combination of the physical layer and data link layer defined in the OSI reference model. So OSI reference model physical layer and data link layer combine ചെയ്ത ഒരു layer ആണ് എന്ത്, നെറ്റ്വർക്ക് ആക്സസ് ലെയർ. It defines how the data should be sent physically through the network. So നേരത്തെ OSI മോഡലിൽ പറഞ്ഞ പോലെ തന്നെയാണ് ഏകദേശം ഫങ്ഷൻസ് ഒക്കെ. ഹൗ ഡാറ്റ സെൻഡ് ഫിസിക്കലി നമ്മൾ എങ്ങനെയാണ് ഒരു ഡിവൈസിൽ നിന്ന് വേറെ ഡിവൈസിലേക്ക്, നെറ്റ്വർക്കിൽ കണക്ട് ചെയ്ത ഡിവൈസിലേക്ക് ഡാറ്റ ഫിസിക്കലി എങ്ങനെ സെൻഡ് ചെയ്യുന്നതാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. This layer is mainly responsible for the transmission of the data between two devices on the same network. So ഇതിൻ്റെ മെയിൻ റെസ്പോൺസിബിലിറ്റി എന്താണ്? ട്രാൻസ്മിഷൻ ഓഫ് ഡാറ്റ ബിറ്റ്വീൻ ടു ഡിവൈസസ് ഇൻ ദി സെയിം നെറ്റ്വർക്ക്. ഒരേ നെറ്റ്വർക്കിലുള്ള രണ്ട് ഡിവൈസ് തമ്മിലുള്ള ഡാറ്റ ട്രാൻസ്മിഷൻ ആണ് ഇതിൻ്റെ മെയിൻ ഡ്യൂട്ടി, responsibility. The functions carried out by this layer are encapsulated the IP datagram into frame transmitted by the network and mapping of the IP address into physical address. So ഇതിൻ്റെ മെയിൻ ഇതാണ്, IP ഡാറ്റാഗ്രാംസ് ഉണ്ടാകും, അതായത് IP ഡാറ്റാഗ്രാംസ് ഇൻറ്റു ഫ്രെയിംസ് ആക്കുന്നു, മാറ്റുന്നു. അതേപോലെ മാപ്പിംഗ് ഓഫ് IP അഡ്രസ് ഇൻറ്റു ഫിസിക്കൽ അഡ്രസ്. IP അഡ്രസ് എന്നാൽ ലോജിക്കൽ അഡ്രസ് ആണ്, ഫിസിക്കൽ അഡ്രസ് എന്നാൽ ഒരു സിസ്റ്റത്തിന്, ഒരു നെറ്റ്വർക്കിൽ കണക്ട് ചെയ്ത ഡിവൈസിൻ്റെ ശരിക്കുള്ള അഡ്രസ്സാണ്. സോ IP അഡ്രസ് നിന്ന് ലോജിക്കൽ അഡ്രസ്സിലേക്ക് എങ്ങനെയാണ് നമ്മൾ മാപ്പ് ചെയ്യുക എന്നുള്ളതൊക്കെയാണ് ഇതിൻ്റെ ഫങ്ഷൻസ് വരുന്നത്. ദ പ്രോട്ടോകോൾ യൂസ്ഡ് ദീസ് ലെയേഴ്സ് ആർ ടോക്കൺ റിംഗ്, ഈതർനെറ്റ്, FDDI, X.25 ആൻഡ് ഫ്രെയിം റിലേ പ്രോട്ടോകോൾ. ഇത്രയും പ്രോട്ടോകോൾസ് ആണ് നമ്മൾ നെറ്റ്വർക്ക് ആക്സസ് ലെയറിൽ മെയിനായിട്ട് ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇനി രണ്ടാമത്തെ ലെയർ ആയിട്ടുള്ള ഇൻ്റർനെറ്റ് ലെയർ അല്ലെങ്കിൽ നെറ്റ്വർക്ക് ലെയർ എന്നുള്ളത് എന്താണെന്ന് നോക്കാം നമുക്ക് TCP/IP മോഡലിൽ. സോ ഇറ്റ് ഈസ് എ ലെയർ, ആൻ ഇൻ്റർനെറ്റ് ലെയർ ഈസ് ദി സെക്കൻഡ് ലെയർ ഇൻ ദി TCP/IP മോഡൽ. ഫിഗർ എടുത്താൽ നിങ്ങൾക്ക് കാണാമല്ലേ, താഴെ നോക്കുമ്പോൾ രണ്ടാമത്തെ ലെയർ ആണത്. ആൻ ഇൻ്റർനെറ്റ് ലെയർ ഈസ് ഓൾസോ നോൺ ആസ് ദി നെറ്റ്വർക്ക് ലെയർ. സോ ഇതിനെ നെറ്റ്വർക്ക് ലെയർ എന്നും പറയാറുണ്ട്. The main responsibility of the internet layer is to send packet from any network and they arrive at the destination irrespective of the route they take. അല്ലേ, അതായത് ഒരു നെറ്റ്വർക്കിൽ നമ്മൾ ഡാറ്റ അല്ലെങ്കിൽ പാക്കറ്റ്സ്, നമ്മൾക്കറിയാം ഓൾറെഡി ഡാറ്റേനെ നമ്മൾ സ്മോൾ പോർഷൻ ആക്കിയിട്ട് പാക്കറ്റ്സ് ആക്കിയിട്ടാണ് സെൻഡ് ചെയ്യുന്നത് അല്ലേ. സോ ഇവിടെ എന്താ പറയുന്നത്, ദ മെയിൻ റെസ്പോൺസിബിലിറ്റി ഓഫ് ദി ഇൻ്റർനെറ്റ് ലെയർ ഈസ് ടു സെൻഡ് പാക്കറ്റ് ഫ്രം എനി നെറ്റ്വർക്ക്. അതായത് പാക്കറ്റ്സിന് നമുക്ക് ഏത് നെറ്റ്വർക്കിൽ എവിടേക്കും അയക്കാം, അത് ഡെസ്റ്റിനേഷനിൽ എത്തുന്ന സമയത്ത് അല്ലെങ്കിൽ അതിന് ഡെസ്റ്റിനേഷനിൽ എത്തിക്കുക, അതാണ് ഇതിൻ്റെ മെയിൻ ഡ്യൂട്ടി അല്ലേ. സോ ഒരു പാക്കറ്റ്സ് ആയിട്ട് ഡാറ്റ സെൻഡ് ചെയ്യുക, അത് ഡെസ്റ്റിനേഷനിലേക്ക് എത്തിക്കുക, ഇതാണ് ഇൻ്റർനെറ്റ് ലെയറിൻ്റെ മെയിൻ ഡ്യൂട്ടി, ഫങ്ഷൻസ് ആയിട്ട് പറയാനുള്ളത്. പ്രോട്ടോകോൾ യൂസ് ദീസ് ലെയേഴ്സ് ആർ IP പ്രോട്ടോകോൾ, ARP പ്രോട്ടോകോൾ, ICMP ആൻഡ് RARP. ഇങ്ങനത്തെ പ്രോട്ടോകോൾസ് ഒക്കെയാണ് ഈ ഇൻ്റർനെറ്റ് ലെയറിൽ നമ്മൾ ഉപയോഗിക്കുന്ന മെയിൻ പ്രോട്ടോകോൾസ്. സോ ഫസ്റ്റ് പ്രോട്ടോകോൾസ് ഏതൊക്കെയാണ് നോക്കാം. ഇൻ്റർനെറ്റ് ലെയർ ഉപയോഗിക്കുന്ന പ്രോട്ടോകോൾസ് ആണ് IP പ്രോട്ടോകോൾ. സോ ഇറ്റ് ഈസ് ദ മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് പാർട്ട് ഓഫ് ദി എൻ്റയർ TCP/IP സ്യൂട്ട്. സോ ഈ TCP/IP സ്യൂട്ടിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ് എന്ത്, ഈ IP പ്രോട്ടോകോൾസ് എന്ന് പറയുന്നത്. അതിൻ്റെ റെസ്പോൺസിബിലിറ്റി എന്തൊക്കെയാണെന്ന് നോക്കാം. IP പ്രോട്ടോകോൾസ് റെസ്പോൺസിബിലിറ്റീസ് ആർ, ഫസ്റ്റ് വൺ IP അഡ്രസ്. നിങ്ങൾക്കറിയാം, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അറ്റ്ലീസ്റ്റ് അല്ലെ, IP അഡ്രസ് കേട്ടിട്ടുണ്ടാവും. അത് നെറ്റ്വർക്കിൽ കണക്ട് ചെയ്യുന്ന എല്ലാ ഡിവൈസിനും ഒരു ലോജിക്കൽ അഡ്രസ് ഉണ്ടാവും, അതാണ് IP അഡ്രസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ദിസ് പ്രോട്ടോകോൾ ഇംപ്ലിമെൻറ്റ് ലോജിക്കൽ ഹോസ്റ്റ് അഡ്രസ് നോൺ ആസ് IP അഡ്രസ്. അതാണ് പറയുന്നത്, നെറ്റ്വർക്കിലേക്ക് കണക്ട് ചെയ്യുന്ന എല്ലാ ഹോസ്റ്റിനും ഡിവൈസിനും ഒരു IP അഡ്രസ് കൊടുക്കും, അതായത് ഒരു ലോജിക്കൽ അഡ്രസ് ആണത്. ദി IP അഡ്രസ് ആർ used by the internet and higher layer to identify the device and to provide inter-network routing. അതായത് ഈ IP അഡ്രസ് നമ്മൾ കൊടുക്കുന്നതിനാണ്, നിങ്ങൾക്ക് ഒരു അഡ്രസ്സ്, നിങ്ങൾക്കൊരു മെയിലിംഗ് അഡ്രസ്സ് ഉണ്ടാവും, അതെന്തിനാണ്, നിങ്ങൾക്ക് ആരെങ്കിലും മെയിൽ അയച്ചാൽ കറക്റ്റ് നിങ്ങൾക്ക് എത്താൻ വേണ്ടി. അതേപോലെ ഇൻ്റർനെറ്റിൽ കണക്ട് ചെയ്തിട്ടുള്ള എല്ലാ ഡിവൈസിലും ഒരു IP അഡ്രസ്സ് ഉണ്ടാവും, അതെന്തിനാണ്, നമുക്ക് ഈ റൂട്ടിംഗ് പോസിബിൾ ആക്കാൻ. അതായത് ഡാറ്റ പാക്കറ്റ്സ് ഒരു ഡിവൈസിൽ നിന്ന് വേറെ ഡിവൈസിലേക്ക് എത്തുമ്പം ഈ IP അഡ്രസ്സ് നോക്കിയിട്ടാണ് ഡാറ്റ അയക്കുന്നത്, അത് കറക്റ്റ് അവിടെ എത്താൻ വേണ്ടിയിട്ട്. സോ റൂട്ടിംഗ് പർപ്പസിന് വേണ്ടിയിട്ടാണ് ഈ IP അഡ്രസ്സ് നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്.
Then രണ്ടാമത്തെ ഫങ്ഷൻസ് ആണ് റെസ്പോൺസിബിലിറ്റി ആണ് IP പ്രോട്ടോക്കോളിൻ്റെ ഹോസ്റ്റ് ടു ഹോസ്റ്റ് കമ്മ്യൂണിക്കേഷൻ. സോ ഇറ്റ് ഡിറ്റർമൈൻസ് ദ പാത്ത് ത്രൂ വിച്ച് ദ ഡാറ്റ ഇസ് ടു ബി ട്രാൻസ്മിറ്റഡ്. അവരൊരു ഡാറ്റ അയക്കുന്നതിന് ഒരു പാത്ത് നമ്മൾ എന്ത് ചെയ്യും, ഡിറ്റർമൈൻ ചെയ്ത് വെക്കും. ദെൻ മൂന്നാമത്തതാണ് ഡാറ്റ എൻകാപ്സുലേഷൻ ആൻഡ് ഫോർമാറ്റിംഗ്. എന്താണെന്ന് നോക്കാം. ആൻഡ് IP പ്രോട്ടോക്കോൾ accept the data from the transport layer protocols. അതായത് തൊട്ട് മുകളിലെ ലെയറാണ് എന്ത്, ട്രാൻസ്പോർട്ട് ലെയർ. സോ സെൻറ്ററിൻ്റെ ഭാഗത്ത് നോക്കുമ്പം IP പ്രോട്ടോക്കോൾ എന്ത് ചെയ്യും, ട്രാൻസ്പോർട്ട് ലെയറിന് ഡാറ്റ സ്വീകരിക്കും. An IP protocol ensures that the data is sent and received securely. It encapsulates the data into message known as IP datagram. So ഡാറ്റ ഒരു എന്താ പറയുക, ട്രാൻസ്പോർട്ട് ലെയറിന് സ്വീകരിച്ച് അത് നെറ്റ്വർക്കിലോട്ട് സെൻഡ് ചെയ്യുമ്പം അത് കറക്റ്റായിട്ട് അവിടെ എത്തുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ, അതായത് സെക്യൂർ ആയിട്ട് അവിടെ എത്തുന്നുണ്ടുള്ള കാര്യങ്ങളൊക്കെ ആണ് ഈ ഡാറ്റ എൻകാപ്സുലേഷൻ ഫോർമാറ്റിങ്ങിൽ പറയുന്നത്. ദെൻ ഇതിൻ്റെ നെക്സ്റ്റ് വേറൊരു റെസ്പോൺസിബിലിറ്റിയാണ് ഫ്രാഗ്മെൻറ്റേഷൻ ആൻഡ് റീഅസംബ്ലി. പേരിൽ തന്നെ ഉണ്ടല്ലേ, ഫ്രാഗ്മെൻറ്റേഷൻ എന്നാൽ ചെറിയ ഭാഗമൊക്കെ, റീഅസംബ്ലി എന്നാൽ തിരിച്ചൊരുമിച്ച് ചേർക്കുക അല്ലേ. സോ ദ ലിമിറ്റ് imposed on the size of the IP datagram by the data link layer protocol is known as maximum transmission unit, MTU എന്ന് ഓർത്ത് വെക്കുക. അതായത് ഡാറ്റ ലിങ്ക് ലെയർ അല്ലേ, ഇത് താഴെയുള്ള രണ്ടാമത്തെ ലെയറാണ് അല്ലേ. ഡാറ്റ ലിങ്ക് ലെയർ ഒരു IP ഡാറ്റാഗ്രാമിന്, അതായത് ഒരു അറ്റ് എ ടൈമിൽ നമുക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന ഡാറ്റയ്ക്ക് ഒരു പർട്ടിക്കുലർ സൈസ് ഉണ്ട്. ആ മിനിമം അല്ലെങ്കിൽ മാക്സിമം സൈസിനെയാണ് നമ്മളിത് പറയുന്നത് ഈ മാക്സിമം ട്രാൻസ്മിഷൻ യൂണിറ്റ് എന്ന് പറയുന്നത്. അത് സെറ്റ് ചെയ്യുന്ന ആരാണ്, ഈ ഡാറ്റ ലിങ്ക് ലെയർ ആണ്. ഓക്കെ. സോ IP ഡാറ്റാഗ്രാമിന് ഒരു സൈസ് ഫിക്സ് ചെയ്യുന്നുണ്ട്. അത് സൈസ് അല്ലെങ്കിൽ മാക്സിമം ഇത്ര സൈസ് ഉണ്ടാവാൻ പറ്റുള്ളൂ എന്നുണ്ട് നെറ്റ്വർക്കിലൂടെ പോകുന്ന ഒരു IP ഡാറ്റാഗ്രാമിന്. ആ മാക്സിമം സൈസിനാണ് മാക്സിമം ട്രാൻസ്മിഷൻ യൂണിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ. ഇഫ് ദി സൈസ് ഓഫ് ദി IP ഡാറ്റാഗ്രാം ഈസ് ഗ്രേറ്റർ ദാൻ ദി MTU യൂണിറ്റ്, then the IP protocol split the datagram into smaller unit so that they can travel over the local network. അതായത് നെറ്റ്വർക്കിൽ MTU, അതായത് മാക്സിമം നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്ന ഒരു സൈസ് ഉണ്ട്, ഡാറ്റ സൈസ് ഉണ്ട്. അതിലും കൂടുതലാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, IP ഡാറ്റാഗ്രാമിനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് ഈ MTUവിനെക്കാട്ടിലും ചെറുതാക്കിയിട്ട് അയക്കും. ഇത് ചെയ്യുന്ന ആരാണ്, ഈ IP പ്രോട്ടോക്കോളാണ്. അതാണ് ഫ്രാഗ്മെൻറ്റേഷൻ എന്ന് പറയുന്നത്. സോ ഫ്രാഗ്മെൻറ്റേഷൻ ക്യാൻ ബി ഡൺ ബൈ ദി സെൻഡർ ഓർ ഇൻ്റർമീഡിയറ്റ് റൂട്ടേഴ്സ്. സോ ആരാണ് ചെയ്യുന്നത്, സെൻഡേഴ്സ്, അതായത് ഡാറ്റ സെൻഡ് ചെയ്യുന്ന ആൾ അല്ലെങ്കിൽ ഇൻ്റർമീഡിയറ്റ് ആയിട്ടുള്ള റൂട്ടേഴ്സാണ് ഈ ഫ്രാഗ്മെൻറ്റേഷൻ ചെയ്യുന്നത്. ഇനി ഫ്രാഗ്മെൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ വലിയ ഡാറ്റനെ ചെറിയ ചെറിയ ഭാഗമാക്കുകയാണ് അല്ലേ. അപ്പോൾ അത് റിസീവറിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം, തിരിച്ച് ചെറിയ ചെറിയ ഡാറ്റാഗ്രാംസിന് പിടിച്ചിട്ട് ഒരു വലിയ ഡാറ്റ, അതായത് ഒരു മീനിങ് മെസ്സേജ് ആക്കിയിട്ട് മാറ്റണം. അതാണ് റീഅസംബ്ലി എന്ന് പറഞ്ഞാൽ. ഇനി നെക്സ്റ്റ് സ്റ്റേജ് അതാണ്. At the receiver side, all the fragments are reassembled to form an original message അല്ലേ. നമ്മൾ എന്തായിരുന്നോ അയച്ചത് ആ ഒറിജിനൽ മെസ്സേജ് എത്താൻ വേണ്ടിയിട്ട് കിട്ടുന്ന ചെറിയ ചെറിയ ഡാറ്റനെ, ഫ്രാഗ്മെൻറ്റ്സിനെ തിരിച്ച് നമ്മൾ എന്ത് ചെയ്യും, ഒറിജിനൽ മെസ്സേജ് ആക്കി കൺവേർട്ട് ചെയ്യും. സോ ഇതാണ് ഫ്രാഗ്മെൻറ്റേഷൻ ആൻഡ് റീഅസംബിൾ എന്ന് പറഞ്ഞാൽ. ഇതൊരു IP പ്രോട്ടോക്കോളിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്. ദെൻ റൂട്ടിംഗ് നമുക്കറിയാം അല്ലേ. ഒരു സോഴ്സിൽ നിന്ന് ഡെസ്റ്റിനേഷനിലേക്ക് എങ്ങനെ ഡാറ്റ പോകണം എന്നുള്ളത് റൂട്ട് ചെയ്ത് കൊടുക്കുക. ദിസ് ക്യാൻ ബി അക്കംപ്ലിഷ്ഡ് ബൈ റൂട്ടിംഗ് ദ IP ഡാറ്റാഗ്രാം ത്രൂ വേരിയസ് ഡിവൈസസ് സച്ച് ആസ് റൂട്ടേഴ്സ്. ഒരുപാട് ഡിവൈസിൽ നിന്ന് നമ്മൾ എങ്ങനെയാണ് റൂട്ട് സോഴ്സ് ടു ഡെസ്റ്റിനേഷൻ എത്തിക്കുക എന്നുള്ളത് ചെയ്യുന്നവരാണ് ഈ IP പ്രോട്ടോക്കോളാണ്. ദെൻ വേറെ പ്രോട്ടോക്കോളാണ് ARP പ്രോട്ടോക്കോൾ, അഡ്രസ് റെസൊല്യൂഷൻ പ്രോട്ടോക്കോൾ. സോ ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഫൈൻഡ് ദ ഫിസിക്കൽ അഡ്രസ് ഫ്രം ദി IP അഡ്രസ് അല്ലെ. IP അഡ്രസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ലോജിക്കൽ അഡ്രസ്സാണ്. നെറ്റ്വർക്കിൽ ഉണ്ടാകുന്ന എല്ലാ ഡിവൈസിനും കൊടുക്കുന്ന ലോജിക്കൽ അഡ്രസ്സാണ് എന്ത്, IP അഡ്രസ്. സോ ഈ IP അഡ്രസ്സ് കിട്ടിക്കഴിഞ്ഞാൽ അതിൽ നമുക്കൊരു ഫിസിക്കൽ അഡ്രസ്സ്, അതായത് ഒരു ഡിവൈസിൻ്റെ ശരിക്കുള്ള അഡ്രസ്സ് നമുക്ക് കിട്ടും. ആ അഡ്രസ്സ് കിട്ടാൻ വേണ്ടിയുള്ള, അതായത് IP അഡ്രസ്സിൽ നിന്ന് ഫിസിക്കൽ അഡ്രസ്സ് കിട്ടിപ്പിക്കുന്നതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന പ്രോട്ടോക്കോളാണ് എന്ത്, ARP, അഡ്രസ് റെസൊല്യൂഷൻ പ്രോട്ടോക്കോൾ അല്ലെ. IP അഡ്രസ്സിൽ നിന്ന് ഫിസിക്കൽ അഡ്രസ്സ് കണ്ടെത്തുന്ന ആ പ്രോട്ടോക്കോളാണെന്ത്, ARP പ്രോട്ടോക്കോൾ. The two terms are mainly associated with the ARP protocols are ARP request എന്ന് പറഞ്ഞു, അതേപോലെ ARP replay. ARP request എന്ന് പറഞ്ഞാൽ when a sender want to know the physical address of the device, it broadcasts the ARP request to the network അല്ലേ. അതായത് സെൻഡ് ചെയ്യുന്ന ആൾക്കറിയണം റിസീവറിൻ്റെ ഫിസിക്കൽ അഡ്രസ്സ്, ശരിക്കുള്ള അഡ്രസ്സ് അറിയണം. സോ അതെന്ത് ചെയ്യും, ഒരു ARP റിക്വസ്റ്റ് ബ്രോഡ്കാസ്റ്റ് ചെയ്യും നെറ്റ്വർക്കിൽ. അതായത് ഡിവൈസ് എന് ഡിവൈസ് ബിയിലേക്ക് അയക്കണം വിചാരിക്കുക. ആ പർട്ടിക്കുലർ നെറ്റ്വർക്കിൽ BCD ഒരുപാട് ഡിവൈസുകളുണ്ട്. സോ എന്ത് ചെയ്യും, ഒരു ARP റിക്വസ്റ്റ് അങ്ങ് ഫോർവേഡ് ചെയ്യും. അതായത് റിസീവറുടെ ഫിസിക്കൽ അഡ്രസ്സ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ARP റിക്വസ്റ്റ് ഫോർവേഡ് ചെയ്യും. അതായത് അത് Aക്ക് Bക്ക് കിട്ടും, Cക്ക് കിട്ടും, Dക്ക് കിട്ടും, അതായത് ആ നെറ്റ്വർക്കിൽ എല്ലാവർക്കും കിട്ടും. അതാണ് ARP റിക്വസ്റ്റ് എന്ന് പറഞ്ഞാൽ. സെൻഡർ ഒരു ബ്രോഡ്കാസ്റ്റ് ചെയ്യുക, എല്ലാവർക്കും ഒരുമിച്ച് കൊടുക്കുക. ഇനി ARP റീപ്ലേ എന്ന് പറഞ്ഞാൽ എന്താണ്, നേരത്തെ പറഞ്ഞ ARP റിക്വസ്റ്റ് എല്ലാവർക്കും കിട്ടും, ആ നെറ്റ്വർക്കിൽ കണക്ട് ചെയ്ത എല്ലാ ഡിവൈസിനും കിട്ടും. പക്ഷേ
ആരുടെയാണോ ആ പെർട്ടിക്കുലർ ഐ പി അഡ്രസ്സ് അല്ലേ, ഒരു പെർട്ടിക്കുലർ ഐ പി അഡ്രസ്സ് മാത്രമേ സെൻറ്റർക്ക് ഉണ്ടാവുള്ളൂ. ആ പെർട്ടിക്കുലർ ഐ പി അഡ്രസ്സ് ഒരു ഡിവൈസിനുണ്ടാവും. ആ ഡിവൈസ് പെർട്ടിക്കുലർ ഡിവൈസ് എന്ത് ചെയ്യും, അത് മാത്രം തിരിച്ച് റിപ്ലൈ കൊടുക്കും സെൻറ്റർക്ക്. അതാണ് ARP റിപ്ലൈ. നോക്കാം, എവറി ഡിവൈസ് അറ്റാച്ച്ഡ് ടു ദ നെറ്റ്വർക്ക് വിൽ ആക്സെപ്റ്റ് ദ ARP റിക്വസ്റ്റ് ആൻഡ് പ്രോസസ് ദ റിക്വസ്റ്റ്. അല്ലേ, ആ നെറ്റ്വർക്കിൽ കണക്ട് ചെയ്ത എല്ലാ ഡിവൈസിനും എന്ത് കിട്ടും, ARP റിക്വസ്റ്റ് കിട്ടും ഫ്രം ദി സെൻറ്റർ, കാരണം ഇത് ബ്രോഡ്കാസ്റ്റ് ചെയ്തതാണ്. ബട്ട് only recipient recognize the IP address and send back the physical address in the form of ARP reply. അതായത് ആ പെർട്ടിക്കുലർ ഐ പി അഡ്രസ്സുള്ള ഡിവൈസ് മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ആ ഐ പി അഡ്രസ്സ് അയാൾക്ക് തിരിച്ചറിയാൻ പറ്റും. സോ അയാൾ എന്ത് ചെയ്യും, അത് തിരിച്ചറിഞ്ഞിട്ട് ഈ റിക്വസ്റ്റ് അയച്ച സെൻറ്ററിന് എന്ത് ചെയ്യും, ഒരു റിപ്ലൈ കൊടുക്കും വിച്ച് കണ്ടെയ്ൻ ഫിസിക്കൽ അഡ്രസ്സ്. ഫിസിക്കൽ അഡ്രസ്സ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ARP റിക്വസ്റ്റ് കൊടുത്തത്. സോ ആരാണോ റിസീവ് ചെയ്യാൻ അർഹരായിട്ടുള്ള ആൾ, അയാൾ മാത്രം തിരിച്ച് സെൻറ്റർക്ക് ഒരു റിപ്ലൈ കൊടുക്കും വിച്ച് കണ്ടെയ്ൻസ് ഫിസിക്കൽ അഡ്രസ് ഓഫ് ദി പെർട്ടിക്കുലർ ഡിവൈസ്. അതിനാണ് നമ്മൾ ARP റിപ്ലൈ എന്ന് പറയുന്നത്. ഓക്കെ, ദ റെസിപ്പിയൻറ്റ് ആഡ് ദി ഫിസിക്കൽ അഡ്രസ് ബോത്ത് ടു ദി ക്യാഷ് മെമ്മറി ആൻഡ് ടു ദി ഡയഗ്രാം ഹെഡർ. ഓക്കെ, സോ ഇതാണ് ARP പ്രോട്ടോക്കോൾ. ഇനി അതിൻ്റെ നേരെ റിവേഴ്സാണ് RARP എന്ന് പറഞ്ഞാൽ റിവേഴ്സ് അഡ്രസ് റെസൊല്യൂഷൻ പ്രോട്ടോക്കോൾ. സോ ഇതെന്താ ചെയ്യുന്നത് വെച്ചാൽ, ഇറ്റ് അലോ ഹോസ്റ്റ് ടു ഡിസ്കവർ ദ ഇൻ്റർനെറ്റ് അഡ്രസ് വെൻ ഇറ്റ് കണക്ട് ഇറ്റ് നോസ് ഓൺലി ദ ഫിസിക്കൽ അഡ്രസ്. അതായത് ആദ്യമായിട്ടൊരു ഡിവൈസ് നെറ്റ്വർക്കിൽ കണക്ട് ചെയ്യുകയാണെങ്കിൽ അതിനെന്തുണ്ടാവില്ല, IP അഡ്രസ്സ് ഉണ്ടാവില്ല. അല്ലേ, നമ്മൾ ഓൾറെഡി പറഞ്ഞു IP അഡ്രസ്സ് നെറ്റ്വർക്കിൽ എല്ലാ ഡിവൈസിലും ഉണ്ടാവും എന്ന് പറഞ്ഞു. പക്ഷേ ഒരു ഡിവൈസ് ഫസ്റ്റ് ടൈം ഒരു നെറ്റ്വർക്കിലേക്ക് കണക്ട് ചെയ്യുകയാണെങ്കിൽ അതിന് IP അഡ്രസ്സ് ഉണ്ടാവില്ല. അതിന് എന്തേ ഉണ്ടാവുള്ളൂ, ഫിസിക്കൽ അഡ്രസ്സേ ഉണ്ടാവുള്ളൂ. സോ ഒരു ഫിസിക്കൽ അഡ്രസ്സിൽ നിന്ന് ഒരു IP അഡ്രസ്സ് കിട്ടുന്ന പ്രോസസ്സിനാണ്, അല്ലെങ്കിൽ അതിന് ഉപയോഗിക്കുന്ന പ്രോട്ടോക്കോളാണ് എന്ത്, RARP, റിവേഴ്സ് അഡ്രസ് റെസൊല്യൂഷൻ പ്രോട്ടോക്കോൾ. അല്ലേ, ഫിസിക്കൽ അഡ്രസ്സ് നിന്ന് IP അഡ്രസ്സ് ഉണ്ടാക്കുന്ന പ്രോസസ്സിന് ഉപയോഗിക്കുന്ന പ്രോട്ടോക്കോൾ, അതാണ് RARP. അല്ലേ, സോ ഇറ്റ് ഈസ് യൂസ്ഡ് വെൻ എ കമ്പ്യൂട്ടർ ഈസ് കണക്റ്റഡ് ടു ദ നെറ്റ്വർക്ക് ഫോർ ദി ഫസ്റ്റ് ടൈം. സോ ഫസ്റ്റ് ടൈം കണക്ട് ചെയ്യുന്ന സമയത്ത് മാത്രമേ നമുക്ക് IP അഡ്രസ്സ് ഇല്ലാത്തുണ്ടാവുള്ളൂ. അപ്പം ഫിസിക്കൽ അഡ്രസ്സ് ഉണ്ടാവും. സോ ഫിസിക്കൽ അഡ്രസ്സ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഒരു IP അഡ്രസ്സ് ജനറേറ്റ് ചെയ്യും. ആ പ്രോസസ്സിന് ഉപയോഗിക്കുന്ന പ്രോട്ടോക്കോളാണ് RARP. സോ നെക്സ്റ്റ് പ്രോട്ടോക്കോളാണ്, ഇൻ്റർനെറ്റിലെ പ്രോട്ടോക്കോളാണ് എന്ത്, IGMP, ഇൻ്റർനെറ്റ് ഗ്രൂപ്പ് മെസ്സേജ് പ്രോട്ടോക്കോൾ. പേര് തന്നെ ഉണ്ട്, ഗ്രൂപ്പ് മെസ്സേജ് ആണ്. അല്ലേ, ഗ്രൂപ്പായിട്ട് മെസ്സേജ് അയക്കുന്നതിന് വേണ്ടി. നോക്കാം നമുക്ക്. ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഫെസിലിറ്റേറ്റ് ദ സൈമൾട്ടേനിയസ് ട്രാൻസ്മിഷൻ ഓഫ് എ മെസ്സേജ് ടു എ ഗ്രൂപ്പ് ഓഫ് റെസിപ്പിയൻറ്റ്. ഒരു ഗ്രൂപ്പ് ഓഫ് റെസിപ്പിയൻറ്റിന് ഒരേ സമയത്ത് നമുക്ക് മെസ്സേജ് അയക്കണം. അതിനുവേണ്ടി ഉപയോഗിക്കുന്ന പ്രോട്ടോക്കോളാണ് എന്ത്, IGMP, ഗ്രൂപ്പ് മെസ്സേജിന് വേണ്ടി ഉപയോഗിക്കുന്ന പ്രോട്ടോക്കോൾ. ദെൻ നെക്സ്റ്റ് പ്രോട്ടോക്കോളാണ്, ഇൻ്റർനെറ്റ് ലെയർ പ്രോട്ടോക്കോളാണ് ICMP പ്രോട്ടോക്കോൾ, ഇൻ്റർനെറ്റ് കൺട്രോൾ മെസ്സേജ് പ്രോട്ടോക്കോൾ. എന്താ ഉപയോഗിക്കുന്നത്, ഇറ്റ് ഈസ് എ മെക്കാനിസം യൂസ്ഡ് ബൈ ദി ഹോസ്റ്റ് ഓർ റൂട്ടർ ടു സെൻഡ് നോട്ടിഫിക്കേഷൻ റിഗാർഡിംഗ് ഡാറ്റാഗ്രാം പ്രോബ്ലം ബാക്ക് ടു ദ സെൻറ്റർ. അതായത് ഇതെന്താണെന്ന് വെച്ചാൽ, ഒരു സെൻറ്റർ ഒരു ഡാറ്റ അയച്ചു, ഒരു പെർട്ടിക്കുലർ ഡെസ്റ്റിനേഷനിലേക്ക് അയച്ചു. അപ്പം ആ ഡാറ്റയ്ക്ക് ഇൻ്റർമീഡിയറ്റ് ആയിട്ട് ഒരുപാട് ഡിവൈസുകളിലൂടെ വേണം ഇത് കടന്നു പോകാൻ, റൂട്ടേഴ്സിലൂടെ വേണം ഇത് കടന്നു പോകാൻ. അപ്പോൾ എവിടെയെങ്കിലും വെച്ചിട്ട് എന്തെങ്കിലും പ്രോബ്ലം അല്ലെങ്കിൽ ഡാമേജ് ആ പെർട്ടിക്കുലർ ഡാറ്റാഗ്രാമിന് ഉണ്ടായിക്കഴിഞ്ഞാൽ അതെന്ത് ചെയ്യണം, സെൻഡ് ചെയ്ത ആൾ അറിയണം. അല്ലേ, അതായത് അയാൾ അയച്ച ഡാറ്റ എവിടെയും വെച്ചിട്ട് ലോസ് ആയിട്ടുണ്ട് അല്ലെങ്കിൽ ഡാമേജ് ആയിട്ടുണ്ട് എന്നുള്ളത് എന്ത് ചെയ്യണം, സെൻഡർക്ക് അറിയാൻ പറ്റണം. അതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന പ്രോട്ടോക്കോളാണ് എന്ത്, ICMP പ്രോട്ടോക്കോൾ, ഇൻ്റർനെറ്റ് കൺട്രോൾ മെസ്സേജ് പ്രോട്ടോക്കോൾ. അല്ലേ, നോക്കാം. എ ഡാറ്റാഗ്രാം ട്രാവൽ ഫ്രം റൂട്ടർ ടു റൂട്ടർ അണ്ടിൽ ഇറ്റ് റീച്ചസ് ദി ഡെസ്റ്റിനേഷൻ. നമുക്കറിയാം, സെൻറ്ററിൽ നിന്ന് റിസീവറിലേക്ക് എത്തുന്ന മുമ്പ് ഒരുപാട് റൂട്ടറിലൂടെയാണ് ഇത് എന്ത് ചെയ്യുക, പാസ് ചെയ്ത് പോവുക. If a router is unable to route the data because of some unusual conditions such as a disabled link, a device is on the fire or network congestion, then the ICMP protocol is used to inform the sender that the datagram is undeliverable. സോ അതാണ് പറഞ്ഞത്, റൂട്ടിൽ നിന്ന് റൂട്ടറിലേക്ക് ഇങ്ങനെ പോയിട്ടാണ് ഡെസ്റ്റിനേഷനിൽ എത്തുക. അപ്പം ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ റൂട്ടറിന് എന്തെങ്കിലും പ്രോബ്ലം ഫേസ് ചെയ്യുകയാണ്, ഡാറ്റാഗ്രാം ഡെലിവറി ചെയ്യാൻ പറ്റാത്ത എന്തെങ്കിലും പ്രോബ്ലം ഫേസ് ചെയ്യുകയാണ്. അതായത് ഒന്നെങ്കിൽ നെറ്റ്വർക്ക് ലിങ്ക് ഉണ്ടാവില്ല, ചിലപ്പം കൺജഷൻ ആയിട്ടുണ്ടാവും, അങ്ങനെ എന്തെങ്കിലും പ്രോബ്ലം കൊണ്ട് ഈ പെർട്ടിക്കുലർ ഡാറ്റ ഡെലിവർ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ എന്ത് ചെയ്യണം, അത് സെൻഡർക്ക് അറിയിക്കണം. എന്ത്, ഈ പെർട്ടിക്കുലർ ഡാറ്റാഗ്രാം ഈസ് അൺഡെലിവറബിൾ എന്ന് സെൻഡർക്ക് അറിയിക്കണം. അതിനുപയോഗിക്കുന്ന പ്രോട്ടോക്കോളാണ് എന്ത്, ICMP പ്രോട്ടോക്കോൾ. The core responsibility of the ICMP protocol is to report the problem, not to correct. So ICMP protocol ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല, ആ പെർട്ടിക്കുലർ പ്രോബ്ലം കറക്റ്റ് ചെയ്യുന്നില്ല, അതെന്ത് മാത്രമേ ചെയ്യുന്നുള്ളൂ, സെൻഡർക്ക് റിപ്പോർട്ട് കൊടുക്കും, there is a problem occurred during the transmission of particular datagram. അത്ര മാത്രമേ ഉള്ളൂ. അതായത് അത് സോൾവ് ചെയ്യാനുള്ള മെക്കാനിസം ഒന്നും ആർക്കില്ല, ICMP പ്രോട്ടോക്കോളിനില്ല. The responsibility of the correction lies with the sender. സോ എന്തെങ്കിലും കറക്ഷൻ വരുത്തണമെങ്കിൽ ആരെന്നെ വരുത്തണം, സെൻഡർ തന്നെ എന്ത് ചെയ്യണം, കറക്ഷൻസ് വരുത്തിയിട്ട് പിന്നെ അത് റീസെൻഡ് ചെയ്യേണ്ട ആവശ്യം വരും. ഇതാണ് ICMP പ്രോട്ടോക്കോൾ. നെക്സ്റ്റ്
ഇതിൻ്റെ കണ്ടിന്യൂഷനാണ് ICMP only user with two terms, രണ്ട് ടേംസ് അസോസിയേറ്റഡ് ആണ് ICMP പ്രോട്ടോക്കോളായിട്ട്. ഫസ്റ്റ് വൺ ICMP ടെസ്റ്റ്. ICMP ടെസ്റ്റ് ഈസ് യൂസ്ഡ് ടു ടെസ്റ്റ് വെദർ ദ ഡെസ്റ്റിനേഷൻ ഈസ് റീച്ചബിൾ ഓർ നോട്ട് അല്ലേ. അതായത് ഒരു പർട്ടിക്കുലർ റൂട്ടർ ചെക്ക് ചെയ്യാണ്, അതായത് ഏതെങ്കിലും ഡെസ്റ്റിനേഷൻ എത്താൻ പറ്റുമോ ഇല്ലേ എന്ന്, അതായത് ആ പോകുന്ന വഴിയിൽ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടോ ഇല്ലേ എന്ന് ചെക്ക് ചെയ്യുന്നതിനാണ് ICMP ടെസ്റ്റ് എന്ന് പറയുന്നത്. അതേപോലെ ICMP റീപ്ലൈ, ആ ചെക്ക് ചെയ്തതിൻ്റെ റിസൾട്ട് കിട്ടുന്നതിനാണ് എന്ത് പറയുക, ICMP റീപ്ലൈ എന്ന് പറയുന്നത്. ICMP റീപ്ലൈ ഈസ് യൂസ്ഡ് ടു ചെക്ക് വെദർ ദ ഡെസ്റ്റിനേഷൻ ഡെലിവറബിൾ ഈസ് റെസ്പോണ്ടിങ് ഓർ നോട്ട്. അതായത് എത്തേണ്ട ഡെസ്റ്റിനേഷൻ ഡിവൈസ് റെസ്പോണ്ട് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് നോക്കുക, അതിനാണ് ICMP റീപ്ലൈ എന്ന് പറയുന്നത്. ഓക്കെ. So ICMP can send the message only to the source but not to the intermediate routers because the IP datagram carries the address of the source and destination but not the router that is passed to. അതായത് എവിടെയെങ്കിലും വെച്ചിട്ട് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടായി കഴിഞ്ഞാൽ അത് ഇൻ്റർമീഡിയറ്റ് ആയിട്ടുള്ള റൂട്ടേഴ്സിനൊന്നും എന്തെയില്ല, ഇൻഫർമേഷൻ കൊടുക്കില്ല, അതായത് ഡാറ്റാഗ്രാം പ്രോബ്ലം ഉണ്ട് എന്നുള്ളത് അല്ലെങ്കിൽ ഡാമേജ് ആയി എന്നുള്ളത്. അത് കറക്റ്റ് ആർക്കേ എന്ത് കൊടുക്കുള്ളൂ, സോഴ്സിന്, അതായത് ആരാണോ സെൻഡ് ചെയ്തത് അയാൾക്ക് മാത്രമേ ഇൻഫർമേഷൻ കൊടുക്കുള്ളൂ, അത് ഫെയിലിയർ ആണെങ്കിലും അല്ലെങ്കിലും ഒക്കെ. കാരണം അവിടെ അഡ്രസ്സ്, സോഴ്സിൻ്റെ അഡ്രസ്സ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഇത് ഇൻ്റർമീഡിയറ്റ് പോകുന്ന റൂട്ടേഴ്സിൻ്റെ അഡ്രസ്സ് ഒന്നും ഇവിടെ ഉണ്ടാവില്ല, ആ പർട്ടിക്കുലർ ഡാറ്റാഗ്രാമിൽ ഉണ്ടാവില്ല. സോ ഇതാണ് ICMPൻ്റെ പറയാനുള്ളത്. ഓക്കെ. ഇനി തേർഡ് ലെയറാണ് ട്രാൻസ്പോർട്ട് ലെയർ. ഇത് ഓൾറെഡി നമ്മുടെ OSI മോഡൽ ഉണ്ടായിരുന്നു അല്ലേ. ഫങ്ഷൻസൊക്കെ ഓൾമോസ്റ്റ് സിമിലർ ആണ്. നമുക്ക് നോക്കാം. The transport layer is responsible for the reliability, flow control and correction of data which is being sent over the network. Reliability, flow control and correction of data. ഇത് മൂന്നുമാണ് ട്രാൻസ്പോർട്ട് ലെയറിൻ്റെ മെയിൻ ഫങ്ഷനാലിറ്റീസ് അല്ലെങ്കിൽ റെസ്പോൺസിബിലിറ്റീസ്. The two protocols used in this transport layer are UDP means user datagram protocol and TCP transmission control protocol. ഈ രണ്ട് പ്രോട്ടോക്കോളാണ് ട്രാൻസ്പോർട്ട് ലെയറിൽ നമ്മൾ മെയിനായിട്ട് ഉപയോഗിക്കുന്നത്. ഫസ്റ്റ് UDP എന്താണെന്ന് നോക്കാം. സോ അവിടെ കാണാൻ നമുക്ക് UDPൻ്റെ ഒരു ടോട്ടൽ സൈസാണ് ഇവിടെ കാണിക്കുന്നത്. 8 ബൈറ്റ് ഒരു, ഇപ്പം നോക്കുക, ഹെഡറും ഡാറ്റയും ഉണ്ടാവും. UDP അയക്കുമ്പോൾ അതിനൊരു ഹെഡർ പാർട്ടുണ്ട്, അതേപോലെ ഡാറ്റ പാർട്ടും ഉണ്ട്. സോ ഹെഡർ പാർട്ട് എത്രയാണ്, 8 ബൈറ്റ്സ് ലെങ്ത് ആണ്. 8 ബൈറ്റ്സ് എന്നാൽ 8 × 8 64 ബിറ്റ് ലെങ്തിയാണ് എന്ത്, ഹെഡർ ഭാഗം. ആ 64 ബിറ്റിനെ അല്ലെങ്കിൽ ഈ ഹെഡറിനെ സ്പ്ലിറ്റ് ഇപ്പോൾ എങ്ങനെയാണ് ഇവിടെ കാണിച്ചത്, ഒന്ന് സോഴ്സ് പോർട്ട് അഡ്രസ് 16 ബിറ്റ് അല്ലേ, അതായത് എവിടുന്നാണ് ഡാറ്റ വരുന്നുള്ള അഡ്രസ്സ് കൊടുക്കാനാണ് 16 ബിറ്റ് ഉപയോഗിക്കുന്നത്. ഡെസ്റ്റിനേഷൻ പോർട്ട് അഡ്രസ് 16 ബിറ്റ്, എവിടേക്കാണ് ഡാറ്റ പോകുന്നത്, ഇതൊക്കെ ഹെഡറിലുള്ളതാണ് 16 ബിറ്റ്, അപ്പോൾ 32 ബിറ്റായി. ദെൻ ടോട്ടൽ ലെങ്ത് ഓഫ് 16 ബിറ്റ്, എത്ര ലെങ്ത് ആണ്, അതായത് ഈ ഡാറ്റയുടെ ടോട്ടൽ ലെങ്ത് എത്ര ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ടോട്ടൽ ലെങ്ത്, അത് 16 ബിറ്റിൽ കൊടുക്കും. ദെൻ ചെക്സം 16 ബിറ്റ്. ചെക്സം എന്ന് പറഞ്ഞാൽ ഡാറ്റയിൽ എന്തെങ്കിലും കറക്ഷൻസും കാര്യങ്ങളും എറർ കണ്ടെങ്കിൽ അത് കണ്ടെത്താനും കറക്റ്റ് ചെയ്യാനൊക്കെയാണ് ഈ ചെക്സം നമ്മൾ ഉപയോഗിക്കുന്നത്. ഇത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പിന്നെ പറയും. സോ ഇത് 16 ബിറ്റ്. ഇങ്ങനെ ടോട്ടൽ 64 ബിറ്റാണ് ഈ ഹെഡറിൻ്റെ അകത്ത് വരുന്നത്. അതിൻ്റെ സ്പ്ലിറ്റപ്പ് ആണ് ഇവിടെ കാണിച്ചത്. ഓക്കെ. സോ UDP it provides connectionless service and end-to-end delivery of the transmission. So UDP always is a connectionless service ആണ്. ഇതൊരു connectionless service ആണ്. അവിടെ pre-defined connections ഒന്നും ഉണ്ടാവില്ല. It is unreliable protocol as it discovered that the errors but not specify the error. So it is unreliable protocol എന്നാണ് പറയുക. കാരണം ഇത് എറർ ഉണ്ടോ എന്നുള്ളത് കണ്ടെത്തും, പക്ഷേ അത് കറക്റ്റ് ചെയ്യാനുള്ള മെക്കാനിസം ഒന്നും UDP ഇല്ല. സോ UDP കൺസിസ്റ്റ് ഓഫ് ഫോളോയിങ് ഫീൽഡ്. നേരത്തെ നമ്മൾ പറഞ്ഞു സോഴ്സ് പോർട്ട് അഡ്രസ് എന്താണ്, ഇറ്റ് ഈസ് ദ അഡ്രസ് ഓഫ് ദ ആപ്ലിക്കേഷൻ പ്രോഗ്രാം ദാറ്റ് ഹാസ് ക്രിയേറ്റഡ് ദ മെസ്സേജ്, എവിടെ നിന്നാണ് മെസ്സേജ് വരുന്നുള്ളതിൻ്റെ അഡ്രസ്സാണ്. ഡെസ്റ്റിനേഷൻ, ഇറ്റ് ഈസ് ദ അഡ്രസ് ഓഫ് ദ ആപ്ലിക്കേഷൻ പ്രോഗ്രാം ദാറ്റ് റിസീവ് ദ മെസ്സേജ്. സോ ഇത് എവിടേക്കാണ് പോകുന്നുള്ളതാണ് ഡെസ്റ്റിനേഷൻ. ഓൾറെഡി പറഞ്ഞതാണ് നമ്മൾ. ടോട്ടൽ ലെങ്ത്, ഇറ്റ് ഡിഫൈൻസ് ദ ടോട്ടൽ നമ്പർ ഓഫ് ബൈറ്റ്സ് ഓഫ് ദ യൂസർ ഡാറ്റാഗ്രാം ഇൻ ബൈറ്റ്, അതായത് ഇത്ര ബൈറ്റ്സ് ഓഫ് ഡാറ്റ ഉണ്ടെന്നുള്ളത് ഇവിടെ കാണിക്കുകയാണ് ടോട്ടൽ ലെങ്ത്. ദെൻ ചെക്സം, ചെക്സം ഇസ് എ 16 ബിറ്റ് ഫീൽഡ് യൂസർ ടു എറർ ഡിറ്റക്ഷൻ. സോ എറർ ഡിറ്റക്ഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് ചെക്സം. So UDP does not specify which packet is lost. UDP contains only checksum. It does not contain any ID of the data segment. So ഇവിടെ എന്തെങ്കിലും എറർ ഉണ്ടെങ്കിൽ എന്തെയില്ല, അത് ഏത് എററാണ് നമുക്ക് സ്പെസിഫൈ ചെയ്ത് പറയില്ല UDP, ജസ്റ്റ് എറർ ഉണ്ടെന്ന് മാത്രമേ പറയുള്ളൂ. സോ ഇതാണ് UDP. ദെൻ TCPയിലേക്ക് പോവുകയാണെങ്കിൽ, ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോക്കോളിലേക്ക് പോവുകയാണെങ്കിൽ, it creates a virtual circuit between the sender and receiver and it is active for the during the transmission. So ആദ്യം തന്നെ ഇവിടെ എന്ത് ചെയ്യും, ഒരു കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യും. നമ്മൾ TCP OSI മോഡലിൽ പറഞ്ഞപ്പോഴും അവിടെ ഇങ്ങനെ തന്നെയായിരുന്നു ഏകദേശം, രണ്ടും ഏകദേശം സെയിം ആണ്, OSI മോഡലും TCP/IP മോഡലും. ഓക്കെ. ആദ്യം തന്നെ എന്ത് ചെയ്യും, TCP ആണെങ്കിൽ അവിടെ ഒരു കണക്ഷൻ, ഒരു വിർച്വൽ കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യും ഫ്രം സെൻഡർ ടു റിസീവർ ഡ്യൂറിങ് ദി ട്രാൻസ്മിഷൻ.
So TCP is a reliable protocol as it detects error and retransmit the damaged message. So ഇവിടെ റിലയബിൾ പ്രോട്ടോക്കോൾ എന്നാണ് TCP പറയുന്നത്. കാരണം എന്തെങ്കിലും എറർ ഉണ്ടെങ്കിൽ അത് ഡിറ്റക്ട് ചെയ്യുകയും ചെയ്യും, ആ എററുള്ള മെസ്സേജിന് നമ്മൾ എന്ത് ചെയ്യും, റീട്രാൻസ്മിറ്റ് ചെയ്ത് കൊടുക്കുകയും ചെയ്യും. സോ ഇറ്റ് ഈസ് എ റിലയബിൾ പ്രോട്ടോക്കോൾ TCP. So therefore it ensures all the segments must be received and acknowledged before the transmission is considered to be completed and virtual circuit is discarded. So TCP വെച്ചിട്ട് നമ്മൾ ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യുകയാണെങ്കിൽ അത് ഒരു എന്താ പറയുക, എൻഷുർ ചെയ്യും. അതായത് എന്തെങ്കിലും ഡാറ്റ മുഴുവൻ കിട്ടിയോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളൊക്കെ അത് ഫുൾ ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ഈ വിർച്വൽ സർക്യൂട്ട് ഡിസ്കാർഡ് ചെയ്യുള്ളൂ, അത് കണക്ഷൻ ഡിസ്കണക്ട് ചെയ്യുന്നുള്ളൂ ഫ്രം സോഴ്സ് ടു ഡെസ്റ്റിനേഷൻ. സോ ഇറ്റ് ഈസ് എ റിലയബിൾ പ്രോട്ടോക്കോൾ. At the sending end, TCP divides the whole message into smaller units known as segments, and each segment contains a sequence number which is required reordering frames to the form ഒറിജിനൽ മെസ്സേജ് അല്ലേ. അപ്പം TCP എന്ത് ചെയ്യും, സെൻറ്റർ സൈഡിൽ ഉള്ള മെസ്സേജിനെല്ലാം ചെറിയ ചെറിയ ഫ്രാഗ്മെൻറ്റ്സ് ആക്കി മാറ്റും, അതിനൊരു സീക്വൻസ് നമ്പറും കൊടുക്കും. അതിന് ശേഷമാണ് നമ്മളിത് സെൻഡ് ചെയ്യുന്നത്. ഇങ്ങനെ സെൻഡ് ചെയ്യാനുള്ള ഉദ്ദേശം അല്ലെങ്കിൽ നമ്പർ കൊടുക്കാനുള്ള ഉദ്ദേശം അത് റിസീവിങ് സെൻഡിൽ എഴുതി കഴിഞ്ഞാൽ കറക്റ്റ് ഓർഡറിൽ തിരിച്ചാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു സീക്വൻസ് നമ്പർ കൊടുക്കുന്നത്. At the receiving end, TCP collects all segments and reorder them based on the sequence number. ഓക്കെ, ഇതാണ് TCPയെ പറ്റി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇനി ഏറ്റവും ടോപ്പിലുള്ള ലെയറാണ് അപ്ലിക്കേഷൻ ലെയർ. ഓൾറെഡി നമ്മൾ പറഞ്ഞു, അപ്ലിക്കേഷൻ ലെയർ എന്ന് പറഞ്ഞാൽ OSI മോഡലിൽ 3 ലെയേഴ്സ് കമ്പൈൻ ചെയ്തിട്ടാണ് അല്ലേ, അപ്ലിക്കേഷൻ ലെയർ, പ്രസൻറ്റേഷൻ ലെയർ ആൻഡ് സെഷൻ ലെയർ. സോ ഇറ്റ് ഇക്വലൻസ് ടു കമ്പൈൻഡ് സെഷൻ, പ്രസൻറ്റേഷൻ ആൻഡ് അപ്ലിക്കേഷൻ ലെയർ ഓഫ് ദി OSI മോഡൽ. OSI മോഡലിലെ സെഷൻ ലെയർ, പ്രസൻറ്റേഷൻ ലെയർ, അതേപോലെ അപ്ലിക്കേഷൻ ലെയറിൻ്റെ ഒരു കമ്പൈൻഡ് വെർഷനാണ് TCP/IP model application layer. So an application layer is the topmost layer in the TCP/IP model. Figure കാണാം നിങ്ങൾക്ക്. This layer allows the user to interact with the application. So users in application ആയിട്ട് interact ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ലെയർ ആണെന്ത്, അല്ലെങ്കിൽ അതാണ് ഈ application layer ഉള്ളതുകൊണ്ടാണ് അങ്ങനെ interaction നടക്കുന്നത്. Every application cannot be placed inside the application layer except those who interact with the communication system. അതായത് എല്ലാ ആപ്ലിക്കേഷനും എന്തല്ല, നമ്മൾ ആപ്ലിക്കേഷൻ ലെയറിൻ്റെ അകത്ത് വരുന്നതാണ്, വരുന്നതല്ല. അതായത് ഇപ്പം ഒരു നോട്ട് പാഡ്, വേർഡൊക്കെ എടുക്കുകയാണെങ്കിൽ അതൊക്കെ എന്താണ്, ടെക്സ്റ്റ് എഡിറ്ററാണ്. അതൊന്നും നമ്മളെ ഡാറ്റ ട്രാൻസ്ഫറിങ്ങിനെ, നെറ്റ്വർക്കിൽ ഡാറ്റ ട്രാൻസ്ഫറിനെ എഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങളല്ല. അതുകൊണ്ട് അതൊന്നും എന്തിൽ വരുത്താൻ പറ്റില്ല, അപ്ലിക്കേഷൻ ലെയർ പ്രോട്ടോക്കോളിൽ വരുത്തുന്നില്ല. പക്ഷേ നിങ്ങളൊരു ടെക്സ്റ്റ്, ഒരു ബ്രൗസർ എടുക്കുകയാണ്, ഗൂഗിൾ ക്രോം എടുക്കുകയാണ്, അല്ലെങ്കിൽ മോസിൽ എടുക്കുകയാണ്, ഇതൊക്കെ എന്താണ്, ഇൻ്റർനെറ്റിലൂടെ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. സോ ദീസ് ആർ ദി application layer which include in the application layer. So for example, text editor cannot be considered as the application layer, while web browser using HTTP protocol to interact with the network layer, where HTTP protocol is application layer protocol. So examples ആണ് ഏതൊക്കെയാണ് ഏതൊക്കെ ആപ്ലിക്കേഷനാണ് ആപ്ലിക്കേഷൻ ലെയറിൽ വരിക എന്നുള്ളത്. ഓക്കെ, സോ ആപ്ലിക്കേഷൻ ലെയർ പ്രോട്ടോകോൾസ് നോക്കാൻ നമുക്ക് HTTP ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോകോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതായിരിക്കും അല്ലേ. നമ്മൾ വെബ് ബ്രൗസറിൽ എടുത്തു കഴിഞ്ഞാൽ ഒരുവിധം എല്ലാ ട്രാൻസ്ഫറിങ്ങും HTTP ആയിരിക്കും. So this protocol allows us to access the data over the world wide web. അല്ലേ, www അല്ലെങ്കിൽ ഒരു വെബ് ബ്രൗസർ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന പ്രോട്ടോക്കോളാണ് ഈ HTTP. It transfer the data in the form of plain text, audio, video. So ടെക്സ്റ്റ്, ഓഡിയോ, വീഡിയോ, ഇമേജ്, ഇങ്ങനത്തെ എല്ലാ കാര്യങ്ങളും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ പ്രോട്ടോക്കോൾ വെച്ച് നമുക്ക് സെൻഡ് ചെയ്യാൻ പറ്റും ത്രൂ വേൾഡ് വൈഡ് വെബ്. രണ്ടാമത്തെ പ്രോട്ടോക്കോളാണ് SNMP, സിമ്പിൾ നെറ്റ്വർക്ക് മാനേജ്മെൻറ്റ് പ്രോട്ടോക്കോൾ. So it is a framework used for managing the device on the internet by using the TCP/IP protocol suite. So നമ്മൾ മാനേജിങ് ഡിവൈസ് ആണ്, അതായത് ഇൻ്റർനെറ്റിൽ കണക്ട് ചെയ്ത ഡിവൈസുകൾ മാനേജ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന പ്രോട്ടോക്കോളാണ് എന്ത്, SNMP. Then SMTP, സിമ്പിൾ മെയിൽ ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ, പേരുണ്ട് മെയിൽ ട്രാൻസ്ഫർ അല്ലേ. So the TCP/IP protocol that support the email is known as simple mail transfer protocol. So email support ചെയ്യുന്ന പ്രോട്ടോക്കോൾ ഉണ്ട് SMTP. This protocol is used to send the data to another email address. Then application protocol continuation ആണ് DNS, ഡൊമൈൻ നെയിം സിസ്റ്റം. ഓൾറെഡി നിങ്ങൾക്ക് അറിയുന്നതായിരിക്കും അല്ലേ. അതായത് IP അഡ്രസ്സ് ആണ് സാധാരണ ഒരു പർട്ടിക്കുലർ വെബ്സൈറ്റിനൊക്കെ ഉണ്ടാവുക. പക്ഷേ നമ്മൾ സെർച്ച് ചെയ്യുന്നത് എന്താണ്, youtube.com അല്ലെങ്കിൽ facebook.com ഇങ്ങനെയൊക്കെയാണ് അല്ലേ. ആക്ച്വലി ഇതിനൊക്കെ ഒരു IP അഡ്രസ്സാണ് ശരിക്കും ഉണ്ടാവുക. പക്ഷേ നമുക്ക് സുഖം എന്താണ്, പേര് ഓർത്ത് വെക്കുന്നതാണ്. പക്ഷേ കമ്പ്യൂട്ടർ എന്താ ചെയ്യുന്നത്, ഇറ്റ് ഈസ് ആൻ IP, ന്യൂമറിക് വാല്യൂ ആണ് ഓരോ പേജിനുണ്ടാവുക, വെബ് പേജിനുണ്ടാവുക. സോ നമ്മൾ google.com അല്ലെങ്കിൽ facebook.com എന്ന് പറയുമ്പം ഒരു നെയിമാണ്, ആ നെയിമിനെ നമുക്ക് എന്താക്കി മാറ്റണം, ന്യൂമറിക് വാല്യൂ ആക്കി മാറ്റണം. അതിനുവേണ്ടി ഉപയോഗിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് എന്ത്, DNS, ഡൊമൈൻ നെയിം സിസ്റ്റം.
An IP address is used to identify the connections of the host in the internet uniquely, but people prefer to name instead of address. അല്ലെ നമുക്ക് നെയിമാണ് ഓർത്ത് വെക്കാൻ സുഖം. So therefore the system that maps the name to the address is known as domain name system. അതാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ facebook.com എന്ന് പറയുമ്പം അതിനൊരു ന്യൂമറിക് വാല്യൂ ആയി കൺവേർട്ട് ചെയ്യുന്നുണ്ട്, എന്നാലേ നമുക്കത് ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. സോ ഈ കൺവേർഷന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന പ്രോട്ടോക്കോളാണ് എന്ത്, DNS. Then telnet, abbreviation for terminal network. So remote ആയിട്ട് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. It established the connection between the local computer and the remote computer. So നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലിരുന്ന് ഓഫീസിലെ കമ്പ്യൂട്ടർ ആക്സസ് ചെയ്യാൻ പറ്റുക. സോ അതിനു വേണ്ടി ഉപയോഗിക്കുന്ന പ്രോട്ടോകോൾസാണ് ടെൽനെറ്റ്. FTP, ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ. സോ എന്തിനായിരിക്കും, ഫയൽ ട്രാൻസ്ഫർ ചെയ്യാനാണ്. FTP സ്റ്റാൻഡ് ഫോർ ഇൻ്റർനെറ്റ് പ്രോട്ടോകോൾ യൂസ്ഡ് ഫോർ ട്രാൻസ്മിറ്റിംഗ് ദ ഫയൽ ഫ്രം വൺ കമ്പ്യൂട്ടർ ടു അനദർ കമ്പ്യൂട്ടർ. സോ ഇത്രയാണ് നമുക്കൊന്ന് ടോട്ടൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇതാണ് ഒരു TCP/IP മോഡലിൻ്റെ ഓവറോൾ വ്യൂ. സോ ഇത് എക്സാമിന് essay ക്വസ്റ്റ്യൻ ആയിട്ടാണ് ചോദിക്കാറുള്ളത് ഭൂരിഭാഗം സമയത്തും. ചില സമയത്ത് സ്പ്ലിറ്റ് ചെയ്തിട്ട് ഏതെങ്കിലും ചോദിക്കുകയാണെങ്കിൽ, കഴിഞ്ഞ എക്സാമിനൊക്കെ ഇത് essay ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. അപ്പം TCP/IP ലെയറിൽ ഓരോ ലെയറുകൾ എന്താണെന്നുള്ളതും അതിൻ്റെ ഫംഗ്ഷൻ എന്താണെന്നുള്ളതും അതിൽ ഉപയോഗിക്കുന്ന പ്രോട്ടോകോൾസ് എന്താണെന്നുള്ളതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കാം. ഓക്കെ, എന്തെങ്കിലും സംശയങ്ങൾ നമുക്ക് പിന്നെ ഡിസ്കസ് ചെയ്യാം. തൽക്കാലം നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. താങ്ക് യു.